ഉപ്പന്റെ വിചാരം നമ്മൾ ഇപ്പോഴും ചെറിയ കുട്ടികളാണെന്നാ. നമുക്ക് വന്നതുപോലെ തന്നെ തിരിച്ചു പോയി കാണിച്ചു കൊടുത്താലോ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാ സമൂസ വരും. ഇനിയും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ നിന്റെ വായയിൽ ഞാൻ സമൂസ തിരികെ തരും. എന്റെ പിള്ളേർ എവിടെ പോയി? അവരെ ഞാൻ ഇപ്പൊ താഴെ കണ്ടതാണല്ലോ. ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു. ഞാനിപ്പോ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് അവരെവിടേക്ക് പോയി? അവര് വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. പടച്ചോനെ, എന്റെ പിള്ളേര് ഈ ഐദിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഉപ്പാന്റെ കൂടെ വന്നാ മതിയെന്ന്. ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഫർഹാനും റയാനും ഓക്കെ പറഞ്ഞോണ്ടല്ലേ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തേ. ഐദിനെ, ഞങ്ങളെ ഇനി പറയണ്ട. എന്നാ നിനക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയാന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ കൂടെ കൂടിയേ. ശരിയാ റയാനെ, ഇപ്പം വീട്ടിലേക്കുള്ള വഴിയും മനസ്സിലാവുന്നില്ല, തിരിച്ചു പോവാനുള്ള വഴിയും മനസ്സിലാവുന്നില്ല. എല്ലാരും നോക്കടാ, ഒരു ഐസ്ക്രീം വണ്ടി. നല്ല അടിപൊളി വണ്ടി. നമുക്കിതിലെ ഡ്രൈവറോട് ചോദിച്ചു നോക്കാം വീട്ടിലേക്കുള്ള വഴി. കണ്ണൻ വണ്ടി. കണ്ണൻ ഐസ്ക്രീം വിൽക്കുന്ന ഇച്ചയുടെ പേരാവുമല്ലേ? ദേ ബെല്ലടിച്ചു. അപ്പൊ ആളുണ്ട്. ഉറക്കെ വിളിക്കടാ, ഇച്ച കേക്കട്ടെ. എന്താ കുട്ടികളെ, ഐസ്ക്രീം വേണോ? നല്ല ചൂടുള്ള ഐസ്ക്രീം. ഐസ്ക്രീം വേണ്ട ഇച്ച, ഞങ്ങൾക്ക് വഴി തെറ്റി. ഇവിടുന്ന് എരവിൽ റോഡിലേക്കുള്ള വഴി പറഞ്ഞു തരാവോ? എരവിൽ റോഡല്ലേ? എനിക്കറിയാം. നിങ്ങൾ പേടിക്കണ്ട, നല്ല ആളുടെ അടുത്ത് തന്നെയാണ് നിങ്ങൾ എത്തിയത്. ഈ വണ്ടി ഒരു ഐസ്ക്രീം വണ്ടി മാത്രമല്ല, വഴി തെറ്റിയ കുട്ടികളെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ സർക്കാർ ഏൽപ്പിച്ച ഒരു വണ്ടി കൂടെയാണ്. നമ്മൾ രക്ഷപ്പെട്ടു. ഇച്ചന്റെ പേരാണോ കണ്ണൻ? അല്ല, അതെന്റെ മുതലാളിയുടെ പേരാണ്. എന്റെ പേരാണ് അഹീൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അഹീൽ മോനെ എന്ന് വിളിക്കാം. എന്നാ ഇനി സമയം കളയണ്ട, പെട്ടെന്ന് വണ്ടി കയറിക്കോ. നിങ്ങളെയും കൂടെ വീട്ടിലെത്തിച്ചിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിലേക്ക് പോവാൻ. അഹീലിച്ച, ബാക്കി വരുന്ന ഐസ്ക്രീം ഒക്കെ എന്താ ചെയ്യാ അഹീലിച്ച? അത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നും. കാക്കാ, ഇതിലൂടെ എന്റെ 4 പിള്ളേര് പോകുന്നത് കണ്ടോ? അത് ശരി, അത് നിങ്ങളുടെ പിള്ളേരാണല്ലേ? എന്നാ അവരെ ഇപ്പൊ ഒരു കള്ളൻ ഐസ്ക്രീം വണ്ടി കയറ്റിക്കൊണ്ടുപോയി. പടച്ചോനെ, എന്റെ മക്കളെ,